അതെ, എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് രണ്ടുപേരും? കുറച്ചു ദിവസം ഞാനങ്ങ് മാറി നിന്നപ്പോ എന്നങ്ങ് മറന്നു അല്ലേ? ജീവൻ ജീവൻ സ്വാമിനാഥൻ. എല്ലാരെയും പറ്റിച്ച് കല്യാണമൊക്കെ കഴിച്ച് അടിച്ചു പിടിച്ച് ജീവിക്കുകയല്ലേ? ഈ ആഘോഷത്തിന് അധികം ആയുസുണ്ടാവില്ല. എടോ, തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഇവളെയായിരുന്നു. അത് നീ താലി കെട്ടി കളങ്കപ്പെടുത്തിയില്ലേ? പോരാത്തതിന് ഇവൾക്കൊരു കൊച്ചിനെ കൊടുത്താൽ ഷാനു നശിപ്പിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. പൂർണ്ണ മനസ്സോടെ ഇവളെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷെ അവളുടെ തന്തയും തള്ളയും സമ്മതിക്കണ്ടേ? അവർക്കപ്പോൾ ഒരേ ആദർശമാണോ എന്നോടുള്ള അതൃപ്തിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവരെൻ്റെ സ്വപ്നങ്ങൾ തല്ലി ഉടച്ചു. എൻ്റെ അമ്മയുടെ കാർമ്മിത്വത്തിൽ അവരെന്നെ നാട് നിർത്തി. പക്ഷെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കട്ടക്ക് നിന്നു. സിഗ്നൽ കിട്ടാതെ ലാൻഡ് ചെയ്യാൻ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന ഫ്ലൈറ്റ് പോലെ ഇത്രയും കാലം നിങ്ങളറിയാതെ ഞാൻ നിങ്ങളെ വലം വയ്ക്കുകയായിരുന്നു. ദാ ഇപ്പൊ സിഗ്നൽ കിട്ടി, ലാൻഡ് ചെയ്തു. ഓ, അതൊക്കെ അവിടെ കേട്ടെ. എന്താണോ തന്റെ ഈ കത്തിവേഷത്തിന് പിന്നിലുള്ള ഉദ്ദേശം? പറഞ്ഞല്ലോ, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഓഹോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ഷാനുവാണെന്ന സത്യത്തിന്റെ ബോംബ് എന്നെ പോലൊരു പരമചറ്റയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും തോന്നുന്നുണ്ടോ? പൊട്ടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടിയാ ജീവന്റെ ഈ തിരുപ്പിറവി. തൽക്കാലം രണ്ടു പൊയ്ക്കോ, ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സർവനാശവും കൊതിച്ച്. അതെ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതുവരെ ചെയ്തതൊക്കെ ചെയ്യും. മനസ്സിലായില്ല? ഈ വിശപ്പാമിനെയും നമ്മൾ അതിജീവിക്കുന്നു. താൻ പേടിക്കണ്ട, കൂടെ ഞാനില്ലേ?